ഹായ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കെല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണല്ലേ, എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം, ബഹുമാനിക്കണം, നമ്മളോടാരും അപമര്യാദയായിട്ട് പെരുമാറരുത്. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ. എന്നാൽ അത്തരം ആഗ്രഹമുള്ളവർക്കായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ സമൂഹത്തിൽ ഇടപഴകുമ്പോൾ മസ്സിലൊക്കെ ഇങ്ങനെ പിടിച്ച് ഗൗരവക്കാരനായിട്ട് അങ്ങനെ നിൽക്കുക. ആർക്കെങ്കിലും വന്ന് നമ്മളോട് മിണ്ടാൻ വല്ല തോന്നലും ഉണ്ടാവുമോ? ഒരാഗ്രഹവും തോന്നില്ല. എന്നാൽ തിരിച്ച് നമ്മളൊരു പുഞ്ചിരിയോടെയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ ഏത് വ്യക്തി നോക്കിയാണോ പുഞ്ചിരിച്ചത്, ആ വ്യക്തിക്ക് നമ്മളോടൊന്ന് വന്ന് സംസാരിക്കണമെന്നോ ഒന്ന് ഇടപഴകാനൊക്കെ ഒരു തോന്നലുണ്ടാവത്തില്ലേ? ശരിയല്ലേ പറഞ്ഞത്? ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാകുമല്ലേ? അതെ, മുഖത്തെപ്പോഴും ഒരു ചിരി ഉണ്ടായിരിക്കണം, അത്രമാത്രം. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് നടക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി ആ സമയത്ത് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക, പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുക, വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു സമയത്ത് നമുക്ക് ആ വ്യക്തിയോട് ഒരു ഇഷ്ടം ഉണ്ടാവുമോ? നമ്മൾ പറയുന്നത് കേൾക്കാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല എന്നതല്ലേ അതിൻ്റെ അർത്ഥം? അതുപോലെ തന്നെ ആയിരിക്കണം തിരിച്ചും. അതായത് നമ്മളോടൊരു വ്യക്തി സംസാരിക്കുമ്പോഴും നമ്മളും ഇതേ പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ നമുക്കെതിരെയുള്ള ആ വ്യക്തിക്ക് നമ്മളോട് സംസാരിക്കാൻ ഒരു ഇഷ്ടം ഉണ്ടായില്ല. ശരിയല്ലേ? ഒരു താല്പര്യം ഉണ്ടാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ കേൾക്കാനുള്ള, ആ വ്യക്തി എന്തു പറയുന്നോ അത് കേൾക്കാനുള്ളൊരു മനസ്സ് അത് നമ്മൾ കാണിച്ചിരിക്കണം. അത് അത്യാവശ്യം വേണ്ട കാര്യമാണ്. അങ്ങനെ മറ്റുള്ളവരോട് ഇത്തരത്തിലുള്ള സമീപനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ നമ്മളെ അംഗീകരിക്കുകയും ഒപ്പം സമൂഹത്തിൽ ഇടപഴകാനുള്ള ഒരുപാട് അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. കൂടാതെ നല്ല കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക, അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ എപ്പോഴും നമുക്കൊരു വ്യക്തിയുടെ കണ്ണിൽ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ലല്ലേ. അതിന് പകരം അവരുടെ മുഖത്ത് തന്നെ നോക്കി സംസാരിക്കാൻ ശ്രമിക്കുക. പിന്നീട് താഴെ നോക്കി സംസാരിക്കാതിരിക്കുക, നമ്മളിങ്ങനെ കുനിഞ്ഞു നോക്കി സംസാരിക്കുക, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാം. വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ശ്രദ്ധിച്ച് നിൽക്കുകയോ, ഒരു വ്യക്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അതുപോലെ നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാക്കുക. അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് ഉൾക്കൊണ്ട് നമ്മൾ തിരിച്ച് മറുപടി പറയുക. അതുപോലെ തന്നെ ഒരാൾ നമ്മളോട് അയാളുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഒക്കെ നമ്മളോട് സംസാരിക്കുകയായിരിക്കും. അപ്പോൾ ആ വ്യക്തിയെ നമ്മൾ ആ സമയത്ത് ആശ്വസിപ്പിക്കുകയാണ് വേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കുക, നമ്മളാൽ കഴിയുന്ന വിധം സഹായിക്കുക. അല്ലാതെ നമ്മൾ അയാളുടെ സന്തോഷത്തിൽ മാത്രം കൂടെ നിന്നിട്ട് ഒരു വിഷമഘട്ടം വരുമ്പോൾ അയാളെ അവിടെ ഇട്ടിട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. നമ്മളെ കൊണ്ട് പറ്റും വിധം അയാളെ സഹായിക്കുകയാണ് വേണ്ടത്. അല്ലാതെ സന്തോഷത്തിൽ കൂടെ നിന്നിട്ട് അയാൾക്കൊരു ദുഃഖകരമായൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കൂടെ നിൽക്കാതിരിക്കുകയും സംസാരിക്കാതൊക്കെ ഇരിക്കുന്നത് പിന്നീട് ആ വ്യക്തിക്ക് നമ്മളോട് ഒരു അകൽച്ച ഉണ്ടാക്കാനും ഇടയാക്കും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. പിന്നീട് പ്രധാനപ്പെട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിന്നിങ്ങനെ സംസാരിക്കുകയാണ്. ആ സമയത്ത് കുറച്ച് തമാശ രൂപേണയൊക്കെ സംസാരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാൾ മറ്റൊരു വ്യക്തിയെക്കുറിച്ച്, ആ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെ ഇങ്ങനെ അയാൾക്ക് പറ്റിയൊരു അബദ്ധത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ എല്ലാവരും ചിരിക്കുന്നു. ഈ പറഞ്ഞ വ്യക്തിയും ആരെക്കുറിച്ചാണോ പറഞ്ഞത് ആ വ്യക്തിയും ചിരിക്കുന്നുണ്ട്. അവസാനം വന്ന് പറഞ്ഞ് അവസാനം നമ്മൾക്കിടയിലും നമ്മുടെ ഒരു അബദ്ധത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന വേളയിൽ ഒരിക്കലും നമുക്കത് ഇഷ്ടപ്പെടായ്ക വരികയോ
നമ്മൾ അവരോട് പിണങ്ങി പോവുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളും അത് തമാശയായിട്ട് തന്നെ കാണാനായിട്ടുള്ളൊരു മനസ്സ് ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ ക്ഷമിക്കാൻ പഠിക്കുക. എത്രത്തോളം നമുക്ക് ക്ഷമയുണ്ടോ അത്രത്തോളവും നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ എൻ്റെ മറ്റു 2 വീഡിയോസിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കയറി കാണുക, നിങ്ങൾക്കത് പ്രയോജനപ്പെടും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.